10-15 കൊല്ലത്തിന് ശേഷം കാണുക. ഇതൊരു വലിയ നല്ല പ്രവർത്തനമാണ് കേട്ടോ ഇത്, കുടുംബ സംഗമിക്കുക എന്ന് പറയുന്നത്. കാരണം നമുക്കൊന്നും അറിയാതെ എവിടെയൊക്കെയോ കിടക്കുന്ന, ഏതൊക്കെയോ നാടുകളിൽ പരന്ന് കിടക്കുന്ന ആളുകളൊക്കെ തപ്പിപ്പിടിച്ച്, ഇതിന്റെ സംഘാടകർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്ര വൃത്തിയിൽ നടക്കൂല. മാസങ്ങൾക്ക് മുമ്പേ ഇത് അധ്വാനിക്കും, എവിടെയൊക്കെ ഉണ്ട്, ആരൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെയാണ്, അവരെല്ലാവർക്കും ഇൻഫർമേഷൻ എത്തണ്ടേ, ഡേറ്റുകൾ നേരത്തെ ഫിക്സ് ചെയ്ത് അങ്ങനെ അധ്വാനിച്ചാൽ മാത്രമാണ് ഈ ഒരു കുടുംബസംഘം എത്ര വൃത്തിയായിട്ട് ഒരു രാവിലെ 8-10 മണിയാകുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടെ എത്തുന്ന ഒരു സംവിധാനമൊക്കെ ആയത് അവരുടെ അധ്വാനം കൊണ്ടാണ്. പിന്നെ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇത്രമാത്രം ഇഷ്ടമുള്ള ഒരു പ്രവർത്തനം വേറെ ഇല്ല. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, അല്ല മരിക്കാൻ ഉദ്ദേശിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല, മരിക്കേണ്ടി വരും. ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നന്മ തിന്മകളൊക്കെ തൂക്കുന്ന മീസാൻ എന്ന് പറയുന്ന തുലാസിൽ ആദ്യമായിട്ട് തൂങ്ങുന്നത് കുടുംബത്തിന് വേണ്ടി എന്താണ് ചെലവഴിച്ചത് അതായിരിക്കും. ആദ്യമായിട്ട് ചോദിക്കുക അതല്ല, അത് നിസ്കാരത്തെക്കുറിച്ചാണ്. പക്ഷെ മീസാനിൽ ആദ്യമായിട്ട് തൂങ്ങുന്ന കാര്യം കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച കാര്യങ്ങളായിരിക്കും. അത്രമാത്രം പവിത്രമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയുടെ മുകളിൽ പോയി ധ്യാനത്തിലിരുന്ന് ഏകദേശം 40 വയസ്സിനോട് അടുത്ത പ്രായത്തിലാണ് ഹിറാ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഉണ്ടായത്. അങ്ങനെ അവിടെ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഫിക്റിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകമായ തഫക്കുറിൻ്റെതായ ഒരു പ്രത്യേകമായ ഒരു ട്രെയിനിങ് അള്ളാഹു കൊടുത്തു. ആ ട്രെയിനിങ്ങിലായിട്ട് കുറേ സമയം, മണിക്കൂറുകളോളം, ദിവസങ്ങളോളം അവിടെ ധ്യാനത്തിലിരുന്നിട്ടുണ്ട്. അത് വഹയി ഇറങ്ങുക എന്ന് പറയുന്ന ഒരു മഹാസംഭവത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാകപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കൊടുത്ത ഒരു വലിയ ട്രെയിനിങ് ആണ്. ജബലന്നൂർ കയറിയ ആളുകൾക്ക് അറിയാം, ഏകദേശം 1 മണിക്കൂർ നിർത്താതെ കയറിയാൽ ഏകദേശം 700 മീറ്റർ ഹൈറ്റ് ഉണ്ട് അതിന്. അപ്പോൾ ഏകദേശം 1500 മീറ്ററുള്ള മല കയറണം. ആ മല കയറിയിട്ട് അതിൻ്റെ മുകളിൽ പോയിട്ട് ധ്യാനത്തിലിരിക്കണം. ആ ധ്യാനത്തിൽ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് വഹയി കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി ബാധിച്ച് ക്ഷീണിച്ച് അവശരായിട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, സമ്മിലൂനി യാ ഖദീജ സമ്മിലൂനി എന്ന് പറഞ്ഞു. അതായത് എനിക്ക് പനിയുണ്ട്, ക്ഷീണമുണ്ട്, എനിക്ക് പുതപ്പിട്ട് മൂടിത്തരണം എന്ന് പറഞ്ഞപ്പോൾ ആ ക്ഷീണിച്ചു വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതിങ്ങനെയായിരുന്നു, കല്ലാ അബ്ശിർ ഫവല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദ. എന്നിട്ട് ആദ്യം പറഞ്ഞ വാക്ക് ഇന്നക ലതസിലുർ റഹിമ എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ചിങ്ങനെ പറഞ്ഞു, പടച്ചോൻ നിങ്ങൾ ഒരിക്കലും വെറുതെ ആക്കൂല, നിങ്ങൾ അല്ലാഹു തആല ഒരിക്കലും വഷളാക്കൂല, ഇടങ്ങാറാക്കൂല എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹിന്റെ കുറേ ക്വാളിറ്റി ഖദീജ ഉമർ റളിയല്ലാഹു അൻഹ എണ്ണി പറയുന്നുണ്ട്. ഇന്നക ലതസിലുർ റഹിമ വതസ്തുഖുൽ ഹദീസ വതഖറിൽ ലൈഫ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഈനു അലാ നവാഇബിൽ ഹഖ്. അതിലാദ്യം പറഞ്ഞ വാക്ക് ഇതാണ്, ഇന്നക ലതസിലുർ റഹിമ. അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്, കുടുംബബന്ധത്തെ വല്ലാതെ പ്രാധാന്യത്തോടു കൂടെ സംരക്ഷിക്കുന്ന ആളാണ് തങ്ങളെ, അതുകൊണ്ട് അങ്ങ് ഒരിക്കലും പരാജയപ്പെടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ പണ്ഡിതന്മാരൊക്കെ ഇതിനെക്കുറിച്ച്, കുടുംബബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരാൾ കുടുംബബന്ധം നല്ല രീതിയിൽ ചേർത്തിട്ടില്ലെങ്കിൽ, ഞാൻ അതിൻ്റെ മറ്റു ചില ആസ്പെക്റ്റുകൾ ഞാൻ പറയും, അതിൻ്റെ സൈക്കോളജിക്കലായ ചില ആസ്പെക്റ്റുകൾ എന്തായാലും ഞാൻ പറയും. ഒരാൾ കുടുംബബന്ധം വേണ്ട രീതിയിൽ ചേർത്തിട്ടില്ലെങ്കിൽ എത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല. അതെൻ്റെ സഹോദരിമാർ നന്നായി ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. സഹോദരിമാർ മാത്രമല്ല, സഹോദരന്മാരുടെ ഞാനത് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയും, കാരണം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇബാദത്ത് എത്ര എടുത്തിട്ടും കാര്യമില്ല. കുടുംബബന്ധത്തിലായാൽ വിഷയത്തിൽ അയാൾ ബാക്കിലാണെങ്കിൽ, അയാൾ സിറാത്ത് പാലം കടക്കുന്ന സമയത്ത് അവിടെ ചില പ്രത്യേകമായ സ്പെഷ്യലായിട്ടുള്ള ചില ഹുക്കുകൾ ഉണ്ടാകും, ഒരു കൊളുത്തുകളൊക്കെ ഉണ്ടാകും. അതിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ അത് ഈ ആളെ വലിച്ച് നരകത്തിലേക്ക് ഇടുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഔദാര്യമോ സമയം കിട്ടിയാൽ ചെയ്യേണ്ട കാര്യമോ ഒന്നുമല്ല. എൻ്റെ സഹോദരിമാർ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം, അല്ലെങ്കിൽ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ കുറച്ചും കൂടെ ആഴത്തിൽ 1-2 വിഷയങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സഹോദരിമാർ നല്ലൊരു ശതമാനവും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ദീനില്ലാതെ എന്തൊക്കെയോ കാണിച്ച് ജീവിക്കുന്ന, അതിനെക്കുറിച്ചല്ല ഞാൻ ദീനിയായി ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ ഇപ്പം പറയുന്നത്. അതായത് ഈ ചെല്ലലും പറയലും ദിക്റും നിസ്കാരവും ഖുർആൻ പാരായണവും അങ്ങനെയുള്ള ബൈത്തും അതും അങ്ങനെ ജീവിക്കുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്.
എപ്പോഴും അവന് തസ്ബീഹ്മാല ഉണ്ടാവും, അല്ലെങ്കിൽ കൗണ്ടർ ഉണ്ടാവും, ഖുർആൻ പാരായണം ചെയ്യും, നിസ്കരിക്കും, ബൈത്തെല്ലും എല്ലാ കാര്യങ്ങളും ഉണ്ട്. 5 പൈസന്റെ സമാധാനം ജീവിതത്തിലില്ല. ഇതെങ്ങനെ രണ്ടും കൂടി ശരിയാവുക? അതൊരിക്കലും ശരിയാവില്ല. അത് ഈ ആള് ചെയ്യുന്ന കാര്യത്തിൽ അല്പമെങ്കിലും സ്വീകരിച്ചാൽ അയാൾക്ക് സമാധാനം ഉണ്ടാവണം. ഒരു പെണ്ണ് എല്ലാ കർമ്മങ്ങളും ചെയ്യാം, എന്നിട്ട് ജീവിതത്തിൽ സമാധാനമില്ലാത്തൊരവസ്ഥ അതൊരിക്കലും ഉണ്ടാവില്ല. അപ്പൊ തന്നെ മനസ്സിലാക്കണം അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഒരാൾ ഇപ്പൊ എവിടെ നിന്നാണ് നമുക്ക് സമാധാനം കിട്ടുക? അതാലോചിച്ചാൽ മതി. എവിടെ നിന്നാണ് മനുഷ്യൻ ആകെ അന്വേഷിക്കുന്നത് സമാധാനമാണ്. ഈ ലോകത്തെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും എല്ലാം കണ്ടുപിടിക്കുന്നത് മനുഷ്യന്റെ സുഖത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. അല്ലേ? അങ്ങനല്ലേ? ഇങ്ങനെ ആക്ക് ചക്കന്മാരെ, എങ്ങനെ ആക്ക്. ഈ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട്ടികളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ജീവിതത്തിൽ ആത്യന്തികമായിട്ട് എല്ലാവരും അന്വേഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, സമാധാനം എവിടുന്നാ കിട്ടുക? കുറെ പൈസ ഉണ്ടായാൽ സമാധാനം കിട്ടുമോ? പറ, കിട്ടുമോ? ഒന്നുകിലും ഉണ്ട്, അല്ല ഇല്ലാന്ന് പറ. ഉണ്ടോ? കിട്ടുമോ? വലിയ വണ്ടി ഉണ്ടായാൽ സമാധാനം കിട്ടുമോ? അതിനർത്ഥം വണ്ടി വേണ്ടെന്നല്ല, വണ്ടി വേണം. ഞാൻ വലിയ വണ്ടി തന്നെ വന്നത്, വണ്ടി വേണം. പക്ഷെ അതിന് സമാധാനം കിട്ടുമെന്ന് തെറ്റിദ്ധരിക്കരുത്. വലിയ വീടുണ്ടായാൽ അതിന് സമാധാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. കുറെ കോടീശ്വരനായാൽ സമാധാനം കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം കോടീശ്വരന്മാർ എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വരാറുണ്ട്. എന്താണ്? alibaba.com. ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടുന്ന alibaba.com ആളാണ് ജാക്മ. ഈ ജാക്മ എന്ന് പറയുന്ന ചൈനക്കാരൻ ഒരുപാട് രാജ്യങ്ങളിൽ വലിയ വലിയ ബംഗ്ലാവുകളും സംവിധാനങ്ങളും എല്ലാം ഉള്ള ആളാണ്. ജാക്മ അടുത്ത കാലത്ത് പറഞ്ഞത്, ഞാൻ ഇതിനൊക്കെ രാജിവെക്കുകയാണ്, ഇതിലൊന്നും ഒരു സമാധാനം കിട്ടുന്നില്ല എന്നാണ്. അതേപോലെ അങ്ങനെ പലരും പറയുന്നുണ്ട്. വലിയ എവിടൊക്കെയോ മേഖലയിൽ വിരാജിച്ചിരുന്ന ആളുകളൊക്കെ പറയുന്നത് ഇതിനൊന്നും സമാധാനം കിട്ടുന്നില്ല. യോഗീശ്വർ ദത്ത് എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായ ശതകോടീശ്വരനായിരുന്നു. ഏകദേശം 700 കോടി രൂപയുടെ ബിസിനസ് മുഴുവനും 688 കറശായ വസ്ത്രവും ധരിച്ച് ഹിമാലയ സാനുക്കളിൽ സമാധാനം കിട്ടാൻ വേണ്ടി ധ്യാനത്തിലിരിക്കുകയാണ് ഇപ്പോൾ. അയാളെ ബിസിനസ് ഒക്കെ ഒഴിവാക്കി, എനിക്ക് വേണം നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ഏൽപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് സമാധാനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് ഹിമാലയത്തിൽ പോയതാണ്. സത്യം പറഞ്ഞാൽ ഹിമാലയത്തിൽ നല്ല സമാധാനം കിട്ടുക, കൽബിന്നാണ് സമാധാനം കിട്ടുക. അത് എവിടെയാണെങ്കിലും കിട്ടും. അതെങ്ങനെ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ചർച്ച അതായിരുന്നു. ഈ നമ്മുടെ കുറേ സ്ത്രീകൾ, ഇത് എൻ്റെ പെണ്ണുങ്ങളെ നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ള വിഷയം. അല്ലെങ്കിൽ നിങ്ങൾ കുറേ സമയം ചെലവഴിച്ച് കുറേ ഖുർആൻ ഓതി, കുറേ നിങ്ങൾ ദിക്ർ ചൊല്ലി, നിങ്ങൾ കുറേ തസ്ബീഹ് ചൊല്ലി, ഒന്നും ഉപകാരപ്പെടില്ല നിങ്ങൾക്ക്. സമാധാനം കിട്ടാനുള്ള ആത്യന്തികമായ വഴി അത് ഖുർആനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. അല്ല പറഞ്ഞു, സമാധാനം കിട്ടാനുള്ള വഴി അത് ദിക്റുല്ലാഹി ആണ്. ദിക്റുല്ലാഹിക്ക് 2 അർത്ഥം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. സമാധാനം കിട്ടാനുള്ള വഴിയാ പറയുന്നത് കേട്ടോ. എന്നിട്ട് അത് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടെന്നും കൂടെ ഞാൻ പറയും. അപ്പൊ അതിന്റെ ആ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആവും. സമാധാനമാണ് ആത്യന്തികമായിട്ടാണ് അന്വേഷിക്കുന്നത്. അപ്പൊ അലാബി ദിക്രില്ലാഹി, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുക. തത്മഇന്നുൽ ഖുലൂബ്. ഇനി എന്റെ ചോദ്യം, അള്ളാഹുവിന്റെ സ്മരണ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാ ഇങ്ങനെ അതാണോ അള്ളാഹിന്റെ സ്മരണ എന്ന് പറഞ്ഞാൽ? അല്ല, അത് ചുണ്ടുകൊണ്ടുള്ള ഒരു പറച്ചിൽ മാത്രമാണ്. ആ പറച്ചിൽ കൊണ്ട് കൽബിയായ സ്മരണ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവിടെ ചില ആൾക്കാർ ദിക്റുള്ള അള്ളാഹിന്റെ സ്മരണ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഓർക്കലാണെന്ന് വിചാരിച്ച്. അതല്ലത്. അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അതിന്റെ കിട്ടാത്തത്, കിട്ടാതിരുന്നാൽ എന്താണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ കഴിയാത്തത്. അതുകൊണ്ടാണ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിക്റുള്ളാക്ക് 2 അർത്ഥമുണ്ട്. ഒന്ന് റബ്ബിന്റെ സ്മരണ, മറ്റൊന്ന് മുത്തുനബി എന്ന് അർത്ഥമുണ്ടതിന്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 1000-ലധികം പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് ദിക്റുള്ള, അതിൽപ്പെട്ട വേറെ പേരാണ് സൈഫുള്ള, വേറെ പേരാണ് ഹിസ്ബുള്ള, വേറെ പേരാണ് നജ്മു സാഖിബ്. റസൂലുള്ളാഹിക്ക് ഒരുപാട് പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാ ദിക്റുള്ള, സയ്യിദുനാ ദിക്റുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹിനെ കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടാവുന്ന ആയത്തിന് മുഫസ്സിരീങ്ങൾ അർത്ഥം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്റെ സഹോദരിമാർ നന്നായി ശ്രദ്ധിക്കണം. എവിടെയാണ് നമുക്ക് അബദ്ധം പറ്റുന്നതെന്ന് ഞാൻ പറയാം. ചെല്ലലിന് അല്ലെങ്കിൽ ഈ പറച്ചിലിന് ഇതിനൊന്നും ഒരു കുറവുമില്ല. സ്വഭാവം നന്നാവാത്തതാണ് ഇതിന്റെ പ്രധാന കാരണം. അയൽവാസിയെ കണ്ടുകൂടാ, കുടുംബത്തിലെ മുത്തച്ഛനെ കണ്ടുകൂടാ, നാത്തൂനെ കണ്ടുകൂടാ, അമ്മായിമാനെ കണ്ടുകൂടാ, ഇളച്ചിനെ കണ്ടുകൂടാ, അപ്പുറത്തുള്ള ആളെ കണ്ടുകൂടാ, ഇപ്പുറത്തുള്ള ആളെ കണ്ടുകൂടാ. അപ്പൊ നിങ്ങൾ ചെല്ലിയ ഖുർആൻ എവിടെ ഉപകാരപ്പെട്ടില്ലല്ലോ. കാലാകാലം ഖുർആൻ ഇങ്ങനെ ഓതുക, അല്ല പള്ളിയിൽ ഇങ്ങനെ പോവാ, ആണുങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നു, ഇവിടെ ദിക്റിന്റെ തസ്ബീഹ് ഇട്ടിരിക്കുന്നു. സ്വഭാവം നല്ലതല്ല. ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ഒറ്റ വാക്കിൽ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് ഇസ്ലാം എന്താണ്, ഞാൻ ഒറ്റ വാക്കിൽ പറയും ഹുസ്നുൽ ഖുലുഖാണ് ഇസ്ലാം. സൽ സ്വഭാവം, നല്ല സ്വഭാവം ഉണ്ടാവുക എന്നുള്ളതാണ് ഇസ്ലാം. അപ്പൊ കുറെ ചൊല്ലി പറയുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് അയൽവാസിയായിട്ട് നല്ല ബന്ധത്തിലല്ല, ആ പെണ്ണിന്റെ അമല് സ്വീകരിക്കൂലെന്ന്. ആ പെണ്ണ് മൂത്തച്ചിയായിട്ട് ദേഷ്യത്തിലാണ്, ഇളച്ചിയായിട്ട് ദേഷ്യത്തിലാണ്, നാത്തൂനായിട്ട് കച്ചറയിലാണ്, അമ്മായിമായിട്ട് അല്ലെ മരുമകളായിട്ട് പ്രശ്നത്തിലാണ്. ചില അമ്മായിമാരില്ല, അങ്ങനെ അമ്മായിമാരുണ്ട്.
കുറേ നിസ്കാരക്കുപ്പായ ഇട്ടിട്ട് ആ മുസല്ലയിൽ അങ്ങനെ ഇരുന്ന് ചെല്ലുന്നുണ്ടാവും. മരോളെ ഇടങ്ങാറാക്കലാണ് ഫുൾ ടൈം പണി. ആ പണി ചെല്ലൊക്കെ വെറുതെയാണ്. ആ ചെല്ലുന്നതിൻ്റെ ഒരു ലെവലേശം മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ മരോളെ ഇടങ്ങാറാക്കൂല. പിന്നെ ആരാണ് ഇവിടെ തികഞ്ഞ ആൾക്കാരുള്ളത്? ഇവിടെ ആക്രിപത്ത് നന്നായി മരിക്കുന്ന ഉറപ്പുള്ളവരുടെ ഒന്ന് കൈപൊക്കേ. പൊക്ക് ഉറപ്പ് എനിക്ക് കാണാൻ വേണ്ടിയിട്ടാ. പ്രൈവറ്റായിട്ട് ഞങ്ങൾ വീട്ടിൽ ഒന്ന് ദ്വാർപ്പിക്കും. ആക്രിപത്ത് നന്നാവുന്ന ഉറപ്പുള്ളവരുടെ കൈപൊക്ക്. എനിക്ക് ഉറപ്പില്ല, എൻ്റെ ഓരോ ഉറപ്പുമില്ല. എനിക്ക് ഉറപ്പില്ലാതെ മാത്രമല്ല ഉമർ റളിയല്ലാഹുവിന് പോലും ഉറപ്പുണ്ടായിരുന്നില്ല എന്നാ. സ്വഹാബാക്കൾക്ക് ആർക്കും ഉറപ്പുണ്ടായിരുന്നില്ല ആക്രിപത്തിന്റെ കാര്യത്തിൽ. എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ നരകം, ബാക്കിയുള്ളവരുടെ പരലോകം പ്രവചിക്കാൻ നടക്കുന്നത് ഓരോരുത്തരുടെ. അമ്മായിമ്മക്ക് എന്താ അധികാരം, മരുവൾക്ക് എന്താ അധികാരം, നാത്തൂന് എന്താ അധികാരം? ഇതെന്താ പറയുക, കുടുംബത്തിൽ നമ്മൾ ഇടപഴകുന്ന സമയത്ത് ഈ ഒരു ഹദീസിൽ വിശ്വാസങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഹദീസ് 2 രൂപത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൻ നാസു. മറ്റൊരു ഹദീസിൽ അൽ മുസ്ലിമു മൻ സലിമൻ മുസ്ലിമു, രണ്ടും ഉണ്ട്. എന്താണ് അതിൽ പറയുന്നത്? ഒരു നല്ല മുസ്ലിമായ മനുഷ്യൻ ആരാണെന്നാ പറയുന്നത്. ശരിക്കും നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. ഒരു മുസ്ലിമായ മനുഷ്യൻ ആരാണ്? മുസ്ലിമു എന്നുള്ള ഹദീസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് തൽക്കാലം. ഒരു മുസ്ലിമായ മനുഷ്യൻ ആരാണ്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമു മിൻ ലിസാനിഹി വ യദിഹി എന്നാണ്. അതായത് എൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടും എൻ്റെ സംസാരങ്ങളെ കൊണ്ടും മറ്റൊരാൾക്കും ഒരിടങ്ങേറും ഇല്ലെങ്കിലാണ് ഞാൻ മുസ്ലിം ആവുന്നത്. എൻ്റെ സംസാരം മരോൾക്ക് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമ്മായിമ്മക്ക് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ, നാത്തൂന് ഇടങ്ങാറാകുന്നുണ്ടെങ്കിൽ, ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക്, മക്കൾക്ക്, അയൽവാസിക്ക് ഇടങ്ങാറാവുന്നുണ്ടെങ്കിൽ ഞാൻ മുസ്ലിം ആയിട്ടില്ല എന്നാണ് പറയുന്നത്. മുസ്ലിം ആവാതെ അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. അവിടുന്ന് റിജക്ട് ചെയ്ത് പറഞ്ഞേക്കും അവിടുന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഈ നിസ്കരിച്ച നിസ്കാരങ്ങളൊന്നും സ്വീകരിച്ചിട്ടില്ലേ? അറിയില്ല. നിസ്കാരം സ്വീകരിച്ചോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഖുർആനിൽ ഒരു മാനദണ്ഡം പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ്? അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അത് ഖുർആനിൽ പറയുന്നുണ്ട്. ടെൻഷനുള്ള ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ ഇൻഖലബ അലാ വജ്ഹിഹി ഖസിറത് ദുനിയ വൽ ആഖിറ എന്നൊക്കെ പറഞ്ഞിട്ട് ഖുർആനിൽ അപ്പുറത്ത് പറയുന്നുണ്ട്. എന്ത്? നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാവില്ല ട്ടോ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവർക്ക് ഈ ലോകത്ത് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഈ ലോകത്ത്, ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ മേഖലയിൽ എല്ലാ ദിവസവും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഡിപ്രസീവ് സ്റ്റേറ്റിൽ പോയ ആളുകൾ, അങ്ങനെ ഓരോ ഇടങ്ങാറായിട്ട് മാനസികമായ പ്രയാസങ്ങൾ, അതിനൊക്കെ ഒരുപാട് സ്റ്റേജുകളുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡിസോർഡറുകളുണ്ട്, വിറ്റോൺ പേഴ്സണാലിറ്റികളുണ്ട്. എന്താണ്, അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന പലതരത്തിൽ ഫോബിയാക്കായി മാറിയവർ, മാനിയാക്കായി മാറിയവർ, ഒരുപാട് ഡിസോർഡറുകളുണ്ട് ഈ വിഷയത്തിൽ. പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഡിസോർഡറുകളാണ്. ഇതിലൊക്കെ ജനങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരിക്കലും ടെൻഷൻ ഉണ്ടാവില്ല. എന്റെ വാക്കല്ല, ഖുർആനിലുണ്ടത്. മൻ തബിയ ഹുദായ, ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയാൽ ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ. എന്താ അതിന്റെ അർത്ഥം? ഓന് ടെൻഷൻ ഉണ്ടാവില്ല, ആങ്സൈറ്റി ഉണ്ടാവില്ല എന്നതിന്റെ അർത്ഥം. അവിടെ ഖൗഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആങ്സൈറ്റിയാണ്. വിശാലമായ അർത്ഥത്തിൽ ഞാൻ പറയാണ്, ആങ്സൈറ്റി എന്ന്. അവിടെ ഹുസ്ൻ എന്ന് പറഞ്ഞ അർത്ഥം ടെൻഷനാണ്. എന്ന് പറഞ്ഞാൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള ഇടങ്ങേറ്. അതിപ്പോ അങ്ങനെ ആയല്ലോ, അങ്ങനെ ആയല്ലോ, അതിപ്പോ എന്തേ അങ്ങനെ ആയത്, അങ്ങനെ ആയല്ലോ, ഈ കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഇങ്ങനെയുള്ള ആവലാതി, അതാണ് ഹുസ്ൻ, അതാണ് ടെൻഷൻ. നടക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്ക, എന്താ പാവ, എന്താ ആവാ, അതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അതാണ് അവിടെ ഖൗഫ്. പേടി എന്നുള്ള ഖൗഫ് അല്ല അവിടെ ആ വാക്കിൽ പ്രയോഗിക്കുന്നത്. ഇത് രണ്ട് മുഅ്മിനായ മനുഷ്യരുണ്ടാവില്ല എന്നാണ്. അപ്പൊ നിങ്ങൾ എൻ്റെ പെണ്ണുങ്ങൾ ആണെങ്കിലും ശ്രദ്ധിച്ചു നോക്കി, നമ്മൾ ഈ ചൊല്ലി ദിക്റും, നമ്മൾ ഈ ചൊല്ലി സ്വലാത്തും, നമ്മൾ ഈ ചൊല്ലി ഓതുന്ന ചെറിയുന്ന നിസ്കാരവും ഖുർആൻ പാരായണം കൊണ്ട് നമ്മൾ എന്തേ ഒരു ദിക്റുല്ലാഹിയുടെ, ഒരു മുത്മഇന്നത്തുൽ ഖൽബിന്റെ അവസ്ഥയിലേക്ക് എന്തേ എത്താത്തത്? ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് നിസ്സാരമായ വിഷയമല്ല കേട്ടോ, ആത്യന്തികമായ വിഷയമാണ്. ഒരാൾക്ക് സ്വർഗത്തിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. നമുക്ക് മാക്സിമം ദുനിയാവിൽ ഇങ്ങനെ പാലക്കാട്, പട്ടാമ്പി, ഒറ്റപ്പാലം, തൃശ്ശൂർ, കോഴിക്കോട്, മണ്ണാർക്കാട് ഒക്കെ പോകാം. നമുക്ക് മരിച്ചാൽ അതിനുള്ളിൽ നിന്ന് അനങ്ങാൻ കഴിയില്ല. അവിടെ ഈ പറയപ്പെട്ട റൂട്ടിൽ നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ മലക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു, ചെറിയ സെറ്റ്, അത് നടക്കൂല മക്കളെ, നടക്കൂല. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചത്. അതിന് വിശദീകരിക്കാൻ ഇമാമിയങ്ങൾ വന്നത്, അത് വിശദീകരിക്കാൻ താബിയങ്ങൾ, താബിയങ്ങൾ, ഇന്നത്തെ കാലത്ത് ആലിമീങ്ങളും സാദാത്തുക്കളൊക്കെ വന്നത്, അത് വിശദീകരിച്ച് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാരൊക്കെ വന്നത്. ഇതെല്ലാം ഉണ്ടായിട്ടും, എല്ലാ വഴികളും ഇവിടെ കറക്റ്റ് മനസ്സിലായിട്ടും, ഇവിടെ ഉണ്ടായിട്ടും അറിഞ്ഞിട്ടും അത് ചെയ്യാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ജീവിക്കുന്നവരാണ് നമ്മൾ. അതിൽ പരമപ്രധാനമാണ് ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ 80 വർഷക്കാലം നീണ്ടു നിന്നൊരു പഠനം ഉണ്ടായിരുന്നു. 80 വർഷം, സാധാരണ 5, 10, 20 വർഷമൊക്കെ മാക്സിമം പഠനങ്ങൾ ഉണ്ടാവുക. 80 വർഷക്കാലം നീണ്ടു നിന്നൊരു പഠനം. ആ പഠനം തുടങ്ങിയ ആൾക്കാർ ആ പഠനം അവസാനിക്കുമ്പോൾ ജീവിച്ചിരിപ്പ് പോലും ഇല്ല. പഠനം തുടങ്ങിയ അതിന്റെ പ്രൊഫസർമാര് അവരൊക്കെ മരിച്ചുപോയിട്ട് ബാക്കിയുള്ളവരാ പഠനം പൂർത്തിയാക്കുന്നത്. എന്താണ് ആ പഠനത്തിൽ അവർ പഠിച്ചതെന്നറിയോ? ലോകത്ത് ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കുന്ന ആളുകൾ ആരാണെന്നാണ് പഠനം.
അവർക്കുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ആരോഗ്യത്തോടെ ദീർഘായുസ് കിട്ടുന്ന ആളുകൾ, സമാധാനത്തോടെ ജീവിക്കുന്ന ആളുകൾ ആരാണ്? എന്നിട്ട് അവർ കണ്ടെത്തിയതെന്നറിയോ? ബന്ധങ്ങളെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവർ. എന്നിട്ട് 3-4 ബന്ധങ്ങളെ പ്രത്യേകം അവർ പരാമർശിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ ജീവിക്കുന്നവർ, ബാപ്പയും മക്കളും ഉമ്മയും മക്കളും നല്ല രീതിയിൽ ജീവിക്കുന്നവർ, സഹോദരി സഹോദരന്മാര് അതുപോലെ റിലേറ്റീവ്സ് നന്നായി ജീവിക്കുന്നവർ, അയൽവാസികളുമായിട്ട് നല്ല ബന്ധമുള്ളവർ. പിന്നെ കൂട്ടത്തിൽ പറഞ്ഞു സുഹൃത്തുക്കളുമായുള്ള ബന്ധം നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്നവർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യുന്ന ആളുകളാണ് മനസ്സമാധാനത്തോടെ കൂടുതൽ കാലം ജീവിക്കുന്നത് എന്ന് ആ പഠനത്തിൽ അവർ പറയുന്നു. പക്ഷെ മനസ്സമാധാനം എന്ന് പറയുമ്പോൾ ആത്യന്തികമായ മനസ്സമാധാനം അതല്ല കേട്ടോ, അത് വേറെ. നേരത്തെ പറഞ്ഞ മുത്തുമഇന്നത്താണ്. ഖുർആനിൽ പറഞ്ഞു യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ജന്നതി ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയമാണ്. സ്വർഗത്തിലേക്ക് പോകാനുള്ള ബോർഡിംഗ് പാസ് അള്ളാഹ് വിതരണം ചെയ്യാണ് ഇവിടെ, അല്ലെങ്കിൽ മലക്കുകളിലൂടെ അത് അറിയിക്കുകയാണ്. ആർക്ക്? മുത്മഇന്നത്തായ സമാധാനമുള്ള നിങ്ങൾ. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് ചിന്തിക്കണം, ദയവായി ചിന്തിക്കണം. എന്തെന്നറിയോ? സ്വർഗത്തിലേക്ക് പോകാനുള്ള ബേസിക് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ ടെൻഷനും ആങ്ഷൈറ്റിയും ഇല്ലാത്ത, ഹൗഫും ഹുസുനും ഇല്ലാത്ത അവസ്ഥ നിർബന്ധമാണ്. അല്ലാത്ത ആൾക്കാർക്ക് സ്വർഗത്തിൽ ചാൻസ് കിട്ടൂല. അല്ലാഹു തആല നമ്മൾ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ആമീൻ പറഞ്ഞാൽ പോരാ, വീട്ടിൽ പോയിട്ട് പണിയെടുക്കണം. എവിടുന്നാണ് എനിക്ക് ടെൻഷൻ വരുന്നത്, എവിടുന്നാണ് എനിക്ക് ആങ്ഷൈറ്റി വരുന്നത് ചിന്തിക്കണം. തവക്കുലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് മക്കളെ ആങ്ഷൈറ്റി വരിക? എല്ലാം കഴിയുന്ന പടച്ചവൻ എനിക്കുണ്ടല്ലോ, ആ പടച്ചവൻ ഞാൻ തവക്കൽതു അല്ലാഹ് പറയുന്നു. പിന്നെ ആ ചങ്ങായിക്ക് എവിടുന്നാണ് ആങ്ഷൈറ്റി വരിക? നമ്മളെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തവക്കൽതു അല്ലാഹ് പറയും, എന്നിട്ട് പറയും നാലൊരു സമാധാനം ഇല്ല എന്ന് പറയും. അതെങ്ങനെ തവക്കലാവാ? അള്ളാഹിനെ വിശ്വാസം ഇല്ല എന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? അള്ളാഹുവിന് വലിയൊരു ഉറപ്പില്ല, പടച്ചവൻ ചിലപ്പോൾ പറ്റിക്കും, അതല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്തുണ്ട്? ഖദറുകളായുള്ള വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ ഇതിൽ വേറെ, ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാം കൂടി വിശദീകരിക്കാൻ സമയം മതിയാവില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക ഇതാണ്: സമാധാനപൂർവമായ ജീവിതമാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതിന് ബന്ധങ്ങളിൽ കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.